അധ്യക്ഷ സഖാവേ, വേദിയിലും സദസ്സിലുമുള്ള സഖാക്കൾ, സ്വാഗത പ്രസംഗകൻ എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തത്ര സുപരിചിതരായ നേതാക്കൾ, ജില്ലാ സെക്രട്ടറി സഖാവ് രാകേഷ് ഉൾപ്പെടെയുള്ളവർ, സദസ്സിരിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കളെ, നമ്മുടെ നാട്ടിലെ തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും സമുന്നതരായ നേതാക്കന്മാരിൽ ഒരാളായിരുന്ന സഖാവ് ഇ കെ നയനാരുടെ ഓർമ്മ ദിനമാണിന്ന്. ഇവിടെ സംസാരിച്ച സ്വാഗത പ്രസംഗകനും അധ്യക്ഷ പ്രസംഗകനുമൊക്കെ സഖാവ് നയനാരുടെ ജീവിതത്തെക്കുറിച്ചും സഖാവ് നയനാർ രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിലും ഭരണാധികാരി എന്ന നിലയിലും എഴുത്തുകാരനും പ്രഭാഷകനും എന്ന നിലയിലും ഇതിനെല്ലാം അപ്പുറം അസാധാരണനായ ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലും ഒക്കെ എന്തെല്ലാം പാഠങ്ങളാണ് പിന്നീട് കടന്നു വരുന്ന തലമുറകൾക്ക് പകർന്നു കൊടുത്തത് എന്ന കാര്യം, അതാണ് ഇതുപോലുള്ള ഓർമ്മ ദിനങ്ങളിൽ നമ്മൾ ഓർത്തെടുത്ത് നമ്മെ തന്നെ ഓർമ്മിപ്പിക്കേണ്ടത്, നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കേണ്ടത്. കാരണം ഓർക്കേണ്ട പലതും നമ്മൾ ചിലരെങ്കിലും സമൂഹത്തിൽ മറന്നു പോകുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ട അനുഭവങ്ങൾ നമുക്കുണ്ട്. സമൂഹത്തെ പലതരത്തിൽ വിഭജിക്കുന്ന പലതരം വർഗീയ ശക്തികൾ കേരളത്തിൽ പോലും അവിടെയും ഇവിടെയും സ്വാധീനമുറപ്പിക്കുന്നുണ്ടോ, തലപൊക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മളെല്ലാം അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകമാണ്. എന്നാലും കേരളം ഇന്ത്യക്കൊരു വിസ്മയമായും ഇന്ത്യക്കൊരു മാതൃകയായും ഒട്ടേറെ മേഖലകളിൽ വെളിച്ചം പകരുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. സാഹിത്യ സാംസ്കാരിക ഉത്സവങ്ങളും ഒക്കെ നടക്കുമ്പോൾ വളരെ പ്രശസ്തരായ ചില വ്യക്തികൾ, അവരുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല, അവർ കേരളത്തിൽ വരുമ്പോഴാണ് വലിയ സദസ്സിൽ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവർ പറയാറുണ്ട്, ഞങ്ങൾക്കിതുപോലുള്ള വിമർശനങ്ങൾ, ഇതുപോലുള്ള നിരീക്ഷണങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ പറയാൻ ഇന്ന് ധൈര്യമായിട്ട് കടന്നു വരാൻ പറ്റുന്ന ഒരു നാട് കേരളം മാത്രമാണ് എന്ന് പല പ്രമുഖരും പറഞ്ഞത്. അതിൽ ചിലരുടെ മാത്രം പേര് പറയണ്ട എന്നുള്ളത് കൊണ്ടാണ് ഉദാഹരണമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില പേരുകൾ ഞാൻ പരാമർശിക്കാം. അങ്ങനെ നമുക്ക് ഉത്കണ്ഠയും പരാതിയും ഉള്ള തെറ്റായ ചില പ്രവണതകളും കേരളത്തിൽ അവിടെയും ഇവിടെയുമായി പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അഭിമാനപൂർവ്വം തലയുയർത്തിപ്പിടിക്കാവുന്ന ഒരു കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ നവോത്ഥാന നായകന്മാർ പങ്കുവഹിച്ചിട്ടുണ്ട്, അതൊരു സംശയവുമില്ല. ആ നവോത്ഥാന നായകന്മാർ പങ്കുവഹിച്ചതിന് ശേഷം ആ നവോത്ഥാന നായകന്മാർക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ കടമകൾ ഒരു പുതിയ കേരളം, ഓർക്കുമ്പോൾ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കേരളം സൃഷ്ടിക്കുന്നതിൽ EMSനെയും AKGയെയും പി കൃഷ്ണപിള്ളയെയും പോലുള്ള മഹാരഥന്മാരായ നേതാക്കന്മാർക്കൊപ്പം അവർക്ക് തൊട്ട് പിന്നാലെ ഈ നാടിനെ ഇന്നത്തെ നാടാക്കുന്നതിൽ സംഭാവനകൾ നൽകിയ അതുല്യനായ ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്നു സഖാവ് ഇ കെ നയനാർ എന്ന് ഈ ഓർമ്മ ദിനത്തിൽ നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. എന്നെപ്പോലുള്ള എളിയ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഇങ്ങനെ സഖാവ് നയനാരുടെ ഓർമ്മ ദിനത്തിൽ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായി സഖാവ് നയനാരുമായിട്ടുള്ള ഇടപഴകാൻ
അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കാൻ ഒക്കെ കിട്ടിയ നിമിഷങ്ങൾ സഖാവ് കെ രാഗേഷുമായിട്ടിങ്ങനെ പയ്യന്നൂരിലൊരു പരിപാടി കഴിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. ഒരുപാട് ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളെല്ലാം നിരത്തിവെക്കാനുള്ള ഒരു സന്ദർഭമല്ല ഇത്. പ്രകൃതി ചെറിയ തോതിൽ നമ്മളോട് ചെറിയൊരു പരിഭവം കാണിക്കുന്നുണ്ടോ എന്ന് സംശയം. എന്നാലും വലിയ ചൂടും വേവും ഒക്കെ ആയിട്ടിരിക്കുമ്പം അല്പം മഴ പെയ്യണമെന്നൊക്കെയുള്ള തോന്നൽ നമുക്കുണ്ടാകും. പക്ഷെ നമ്മൾ യോഗം നടത്തുന്ന സമയത്താകുമ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് പരാതിയുമാകും. അത് ഞങ്ങൾ വരുന്ന വഴിക്ക് പറയുകയായിരുന്നു. ഇ കെ നായരുടെ പൊതുപ്രവർത്തകൻ എന്നുള്ള രൂപപ്പെടൽ അത് ബാലസംഘം പ്രവർത്തകനായിട്ടാണ്. ഇവിടെ ഉണ്ടാവും ബാലസംഘത്തിൻ്റെ പ്രവർത്തകർ, തലയിൽ ഇതൊക്കെ വെച്ചിട്ട് ഒരു ബാലസംഘ പ്രവർത്തകയാണെന്ന് തോന്നിയിരിക്കുന്നത്. നമ്മുടെ എല്ലാം വീട്ടിൽ ഇപ്പം കണ്ണൂരിൻ്റെ ഏറ്റവും വലിയൊരു കരുത്ത്, മലബാറിൻ്റെ ഒരു കരുത്ത് ബാലസംഘമാണ്. എല്ലാ രംഗത്തും സംഘടനയുണ്ട് ഇവിടെ. മലബാർ, ഞങ്ങൾ തെക്കിൽ നിന്ന് വരുന്നവർക്ക് അതൊക്കെ വലിയ പുതുമയും ആവേശവുമാണ്. പക്ഷെ സഹ നയനാരുടെ ചരിത്രം പറയുമ്പോൾ ബാലസംഘം തൊട്ട് തുടങ്ങണം. ബാലസംഘം പ്രവർത്തകനായി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മലബാർ സന്ദർശിച്ചപ്പോൾ ബാലനായിട്ടുള്ള ഇ കെ നയനാർ കൂട്ടുകാരോടൊപ്പം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഭാവിയിൽ മുഖ്യമന്ത്രിയാവും ഈ കൊച്ചു പയ്യനെന്നൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാക്കന്മാരെന്നുള്ള തലത്തിൽ പുതുതലമുറയോട് വലിയ വാത്സല്യം കാണിക്കുന്നവരായിരുന്നു അവർ. അപ്പം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അഭിനന്ദനം ബാലസംഘം പ്രവർത്തകനായിരിക്കുമ്പോൾ ഏറ്റുവാങ്ങിയത് മുതലാണ് ഇ കെ നായനാർ പൊതുരംഗത്തെ ഒരു ഭാവിയിലെ വലിയ നേതാവായി വളർന്നു വരുന്നതിൻ്റെ അടിത്തറ ഇടപെട്ടത് എന്നീ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം ചെറുപ്രായത്തിൽ തന്നെ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നു, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് മാറുന്നു. അപ്പോഴാണ് മൊറാഴ കേസിലും കയ്യൂർ കേസിലും പ്രതിയാക്കപ്പെടുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പലതവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഒളിവിൽ പോകേണ്ടി വന്നു ആ പ്രായത്തിൽ. ഒളിവിൽ നയനാരി കുറേ കാലം പ്രവർത്തിച്ചത് തിരുവനന്തപുരത്ത് ഒരു പത്രം ഓഫീസിലാണ്, കേരള കൗമുദിയുടെ ഓഫീസിലാണ്. അതുകൊണ്ട് ഈ പത്രപ്രവർത്തകരെല്ലാം നയനാർ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖനായ നേതാവായിട്ട് ഉയർന്നതിന് ശേഷം പത്രസമ്മേളനങ്ങളിലെല്ലാം ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ വട്ടം കറക്കാൻ വേണ്ടി ചില ചോദ്യങ്ങളുമായിട്ട് പത്രലേഖരി വരും. പക്ഷേ നയനാരെടുത്തത് ചിലവാവില്ല. ഒന്ന് സ്വയം പത്രപ്രവർത്തകനായ പരിചയസമ്പത്തുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ട്, നയനാരെ പത്രസമ്മേളനം നടത്തുന്ന കണ്ടവർക്കറിയാം. എടോ, ഞാൻ പത്രപ്രവർത്തകനായിട്ടിരുന്ന ആളാണ്, എന്നോട് ഈ വേലയൊന്നും നീ ഇറക്കണ്ട കേട്ടോ എന്ന് പറയുന്നതോടുകൂടി ഈ നയനാരെ ചോദ്യം ചോദിച്ചും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വരുന്ന പത്രപ്രവർത്തകൻ്റെ ഗ്യാസ് അതോടുകൂടി പോകും. അപ്പം ഇത്തരത്തിൽ നർമ്മത്തിൽ ചാലിച്ച ഏത് സാഹചര്യവും കൈകാര്യം ചെയ്യാനുള്ള നയനാരുടെ അസാധാരണമായ ഒരു പ്രാവീണ്യം, അതുപോലെ തന്നെ എന്തും വെട്ടിത്തുറന്ന് പറയാനുള്ള നയനാരുടെ ആധികാരികതയും സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ രംഗത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയും ഒരു നേതാവിനും അനുഭവിക്കാൻ കഴിയാതിരുന്ന ഒരു സ്വാതന്ത്ര്യവും ആധികാരികതയും നയനാർക്കുണ്ടായിരുന്നു. ഒരു കാര്യം ഉദാഹരണമായിട്ടൊന്ന് ഞാൻ പറയാം, അത് വിവാദമാകുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂട്ടാ, പക്ഷെ ഞാൻ പറയുകയാണ്, അത് ഓർമ്മയുള്ളവർക്കറിയാം. ഒരു ക്ഷേത്രത്തിൽ നിന്ന് മോഷണം നടന്നു. നയനാർ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയാണ്. അപ്പോൾ അവിടെ വേണ്ടത്ര സംരക്ഷണം എല്ലാം കൊടുക്കായിരുന്നുകൊണ്ടല്ലേ അവിടെ നിന്ന് മോഷണം പോയത് എന്ന് ചോദിച്ചു. നയനാർ പറഞ്ഞു, ഭഗവാൻ എന്തിനാടോ പാറാവ്, ഭഗവാൻ എൻ്റെ പോലീസിൻ്റെ സംരക്ഷണം ആവശ്യമുണ്ടോ? അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ തന്നെ നോക്കേണ്ടതായിരുന്നു. ഇതാണ് നയനാർ. നമുക്കാർക്കെങ്കിലും ഇത് പറയാൻ പറ്റുമോ? പറഞ്ഞാലുള്ള സ്ഥിതി എന്താവും?
നയനാര് പറഞ്ഞതിൻ്റെ ആ അർത്ഥത്തിൽ കാണാൻ, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കാൻ സമൂഹത്തെ ഉത്ബോധിപ്പിക്കാനുള്ള ശേഷി സഖാവ് നയനാർക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. സ്വാതന്ത്ര്യ സമരസേനാനിയായി, കമ്മ്യൂണിസ്റ്റ് നേതാവായി വളർന്ന്, കർഷക സംഘത്തിൻ്റെ നേതാവായി വളർന്ന്, ദേശാഭിമാനി പത്രാധിപർ, ഒട്ടനവധി പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവ്, ദേശാഭിമാനി പത്രത്തെ, തൊഴിലാളി വർഗത്തിൻ്റെ പത്രത്തെ ജീവന് തുല്യം സ്നേഹിച്ച നേതാവ്. എല്ലാ എഡിഷൻ പത്രവും സഖാവ് നയനാർക്ക് വായിക്കണം. കാര്യം ചില വാർത്തകൾ ചില എഡിഷനിലേ ഉണ്ടാവുള്ളൂ. പത്രം കിട്ടിക്കഴിഞ്ഞാൽ സഖാവ് നയനാർ ചെയ്യുന്ന ഒരു കാര്യം, സഖാവ് നയനാരുടെ യോഗം കേട്ടുള്ളവർക്കറിയാം. ഓരോ ദിവസവും പൊതുയോഗമുണ്ടെങ്കിൽ ആ ദിവസത്തെ പത്രത്തിൽ വന്ന പ്രധാന വാർത്തകൾ കത്രിക കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ വെട്ടിയെടുത്ത് ഒരു പിന്നുകൊണ്ട് കുത്തി അതും കൈ പിടിച്ചിട്ടാണ് പല യോഗങ്ങളിലും സഖാവ് നയനാർ വരുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് അത്ര യോഗങ്ങൾ. എന്നിട്ട് സഖാവ് നയനാർ ചോദിക്കും, ഇങ്ങനൊരു വാർത്ത പത്രത്തിൽ വന്നത് താൻ വായിച്ചിട്ടുണ്ടോ? മുമ്പിലിരിക്കുന്ന ജയരാജനെ പോലെ ആരെങ്കിലും പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നയനാർ ചോദിക്കും, താൻ വായിച്ചിട്ടുണ്ടോ? കടലാസ് വായിച്ചോ എന്നാ ചോദിക്കുക. ഇന്നത്തെ കടലാസ് താനിത് വായിച്ചോ? വായിച്ചില്ല. പിന്നെ എന്തിനാ നടക്കുന്നത് പാർട്ടി പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട്? എന്നിട്ട് ഇത് അവതരിപ്പിക്കും. അപ്പം സദസ്സിനെ മുഴുവൻ തൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു പഠന ക്ലാസ്സിലെ പോലെ വിജ്ഞാനപ്രദമായി ജനങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പത്രങ്ങളിൽ നിന്ന്, മാസികകളിൽ നിന്ന് അവതരിപ്പിക്കുകയും അതിനെ വിശകലനം ചെയ്യുകയും ചെയ്യും. വെറും വാർത്ത പങ്കുവെക്കുകയല്ല. അതിൽ നാം എന്ത് പാഠമാണ് പഠിക്കേണ്ടത്, അതിൽ നാം എന്ത് നിഗമനത്തിലേക്കാണ് എത്തേണ്ടത്, ഈ നിലയിൽ പൊതുയോഗങ്ങളെ ജനകീയമായ പഠന ക്ലാസ്സുകളാക്കി മാറ്റുന്നു. ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ സഖാവ് നയനാർ പഠിപ്പിക്കാറുണ്ടായിരുന്നത്. ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ 3 തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സഖാവ് നയനാർ പ്രവർത്തിച്ചിട്ടുണ്ട്. 1980-82, പിന്നെ 87 മുതൽ 91 വരെ, പിന്നെ 96 മുതൽ 2001 വരെ 3 വ്യത്യസ്ത ഘട്ടങ്ങളിൽ തൻ്റെ മുഖ്യമന്ത്രി എന്ന ജീവിതകാലത്ത്, രാഷ്ട്രീയ പ്രവർത്തന കാലത്ത് സഖാവ് നയനാർ ആധുനിക കേരളത്തിൻ്റെ നിർമ്മിതിയിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഒന്നാം നയനാർ ഗവൺമെൻറ്, 80-ൽ നയനാർ ഗവൺമെൻറ്. ആ നയനാർ ഗവൺമെൻറ്റാണ് സമൂഹത്തിൽ ജീവിത ക്ലേശങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് ക്ഷേമം നൽകാൻ, ആശ്വാസം പകരാൻ ജനകീയ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യയിൽ ആദ്യമായി അംഗീകരിച്ചുകൊണ്ട്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ആദ്യമായി അംഗീകരിച്ചുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന്, പിന്നീട് കർഷക തൊഴിലാളി പെൻഷനായി, കശുവണ്ടി തൊഴിലാളി പെൻഷനായി, ക്ഷേമ പെൻഷനുകൾ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധം ഇപ്പോൾ 62 ലക്ഷം ജനങ്ങൾക്ക് വ്യത്യസ്ത ക്ഷേമ പെൻഷനുകൾ. ഏതാണ്ട് 62 ലക്ഷം കുടുംബങ്ങളാണ്. അപൂർവം കുടുംബങ്ങളിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ആൾക്ക് പെൻഷൻ ഉണ്ടാവും. ഇത് തുടക്കം കുറിച്ചത് സഖാവ് വി കെ നയനാരാണ്. ആ സമയത്തൊരു വലിയ സംവാദമുണ്ടായി, നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ട്. ലോകമറിയുന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ തന്നെയാണ് ഡോക്ടർ KN രാജ്. തിരുവനന്തപുരത്തെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിന് ഡയറക്ടറായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ ഇടതുപക്ഷ നിലപാടുമെടുക്കുന്ന ആളാണ് ഡോക്ടർ KN രാജ്. പൊതുവിൽ ജനാധിപത്യപരമായ സമീപനം പല വിഷയങ്ങളിലും അദ്ദേഹം എടുക്കാറുണ്ട്. എന്നാൽ കെയ്നീഷ്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും ഒരു അനുകർത്താവാണ് അദ്ദേഹം. EMSുമായി സാമ്പത്തിക ശാസ്ത്ര വിഷയങ്ങളിൽ സംവാദങ്ങളിൽ ഏർപ്പെടാനുള്ള ആളും ആണ് ഡോക്ടർ KN രാജ്. ചില സന്ദർഭങ്ങളിൽ വളരെ വാശിയുള്ള ചില നിലപാടുകൾ ഡോക്ടർ KN രാജ് എന്തിനിങ്ങനെ പറഞ്ഞു എന്ന് നമ്മളെ അമ്പരപ്പിക്കുന്ന ചില നിലപാടുകൾ അദ്ദേഹം എടുക്കും. നയനാർ ഗവൺമെൻറ്
ഈ ക്ഷേമ പെൻഷൻ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ഘട്ടത്തിൽ ഡോക്ടർ കെ എൻ രാജു പറഞ്ഞു, ഇത് പ്രത്യുൽപാദനപരമായ ഒരു പദ്ധതിയല്ല, പ്രൊഡക്റ്റീവായ ഒരു ധനവിനിയോഗമല്ല, പ്രത്യുൽപാദനപരം എന്ന് പറയാം. സഖാവ് EMS അന്ന് ജീവിച്ചിരിപ്പുണ്ട്. സഖാവ് EMS ആണ് ആദ്യം അതിനോട് പ്രതികരിച്ചത്. സഖാവ് ഇ കെ നായനാർ നിയമസഭയിൽ പ്രതികരിച്ചതുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാം. അത്രേ ഞാൻ പറയുന്നു. സഖാവ് ഇ കെ നായനാരുടെ തനത് ശൈലിയിലാണ് നിയമസഭയിൽ അദ്ദേഹം പ്രതികരിച്ചത്. പ്രതിപക്ഷത്തിൻ്റെ വായടഞ്ഞു. അത്രേ ഞാൻ പറയുന്നുള്ളൂ. സഖാവ് EMS പറഞ്ഞു, ശ്രീ കെ എൻ രാജിനെ പോലുള്ളവർ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസിൽ മേശയും കസേരയും എല്ലാം ഇട്ടിരുന്ന് ഫയലൊക്കെ നോക്കി ഫയലിനകത്ത് ഓരോ തീരുമാനങ്ങൾ എഴുതുന്ന വെള്ളക്കോളർ ജീവനക്കാർക്കും അധ്യാപകർക്കുമൊക്കെ മാത്രം അർഹതയുള്ളതാണ് പെൻഷൻ എന്നാണ് എൻ്റെ മാന്യ സുഹൃത്ത് ഡോക്ടർ കെ എൻ രാജ് ധരിച്ചിരിക്കുന്നത്. EMS പറഞ്ഞു. എന്നാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ദൃഷ്ടിയിൽ പാടങ്ങളിലും പറമ്പുകളിലും പോയി പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾ, ഈ നാടിനെ തീറ്റിപ്പോറ്റുന്നത് ഈ കർഷക തൊഴിലാളികളാണ്. അവരുടെ അധ്വാനമാണ്. ആ നാടിനെ തീറ്റിപ്പോറ്റാൻ അധ്വാനിച്ച ഈ കർഷക തൊഴിലാളികൾ 10-60 വയസ്സായി അവർക്ക് അധ്വാനിക്കാൻ വയ്യാതിരിക്കുമ്പോൾ ഒരു ചായ വാങ്ങിച്ചു കുടിക്കാൻ, പട്ടിണി കിടക്കാതെ റേഷനരി വാങ്ങിച്ച് തിളപ്പിച്ച് കഴിക്കാൻ അവർക്കൊരു തുക, അന്ന് 45 രൂപയായിട്ടാണ് അത് തുടങ്ങിയത്, അങ്ങനെ ഒരു തുക കൊടുക്കുകയാണ് എന്ന് EMS ആദ്യം ക്ഷേമ പെൻഷൻ പദ്ധതിയെ, നയനാർ ഗവൺമെൻറ് ആരംഭിച്ച ക്ഷേമ പെൻഷൻ പദ്ധതിയെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചു. നയനാരുടെ ശൈലിയിൽ ചാമ്പി എന്ന് തന്നെ പറയുന്നത്. നയനാർക്ക് ഇഷ്ടമുള്ളൊരു പ്രയോഗമാണ് ഈ ചാമ്പുക. തീർത്തടിച്ചു നയനാർ. ഡോക്ടർ രാജെല്ലാം പണ്ഡിതനാണ്. പക്ഷെ പട്ടിണി കിടക്കുന്ന ജനങ്ങളുടെ കാര്യം അറിയാവുന്ന പണ്ഡിതർ ഞങ്ങളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് ഞങ്ങളിത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നയനാർ മറുപടി പറഞ്ഞു. ഇന്ന് കേരളത്തിൽ നയനാരുടെ കാലത്ത് ആരംഭിച്ച ഈ ക്ഷേമ പെൻഷൻ പദ്ധതി കേരളത്തിൽ വ്യാപകമായെന്ന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളും. അന്ന് ഇതിനെ അപഹസിച്ച കോൺഗ്രസ്സുകാർ, അന്ന് വരെ ജനസംഖ്യക്കാർ ഒന്നും വലിയ തോതിലില്ല, ഇവരെല്ലാം അന്ന് വിമർശിച്ചെങ്കിൽ ജനങ്ങളെ തങ്ങളുടെ തെറ്റായ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കാനുള്ള ഉപായമായിട്ടാണ് അവരെല്ലാം, കോൺഗ്രസും BJPയും എല്ലാം ഇത്തരം ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയത്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ചൂഷണം ചെയ്യപ്പെടുന്ന ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് കമ്മ്യൂണിസ്റ്റുകാരാക്കുന്നത്. അതുകൊണ്ട് പരിമിതികളുള്ള ഒരു സംസ്ഥാന ഭരണത്തിന് കീഴിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ എന്തു ചെയ്യാൻ കഴിയും എന്ന ആലോചന, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നയനാർ ഗവൺമെൻറ് ഇത്തരം പെൻഷൻ പദ്ധതികൾ ആവിഷ്കരിച്ചത്. ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ ഒരു ഗവൺമെൻറ് എന്ത് ചെയ്യാൻ കഴിയും? സംസ്ഥാന ഗവൺമെൻറ്റിന് കടുത്ത വിഭവ പരിമിതിയുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഈ ഗവൺമെൻറ് സമാനതകളില്ലാത്ത ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിലിടങ്കോലിടാൻ വേണ്ടി ഏറ്റവും ഹീനമായ വൃത്തികെട്ട രൂപത്തിൽ കേന്ദ്ര BJP ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവകാശങ്ങൾക്കെതിരെ കയ്യേറ്റം നടത്തുകയാണ്. അത് പലതവണ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ ജനങ്ങളുടെ ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായ തുടക്കം ഇ കെ നയനാരുടെ 1980 ഗവൺമെൻറ്റാണ്, ഒന്നാം നയനാർ ഗവൺമെൻറ്റാണ് തുടക്കം കുറിച്ചത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയണം. അതിനെ കൂടുതൽ വ്യാപകമാക്കി 45 രൂപയിൽ തുടങ്ങിയത് 1600 രൂപയായിട്ട് ഉയർത്തി. അത്ര ഉയർത്തിയാൽ പോരാ, ഇനിയും കൂടുതൽ ഉയർത്തണമുണ്ട്. പക്ഷേ ഈ വർധനവ് വരുത്തിയത് മുഴുവൻ, വർധനവിൻ്റെ 99% വരുത്തിയത് നയനാരുടെ പിൻഗാമികളായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകളാണ്. അതും ഈ സന്ദർഭത്തിൽ നയനാരുടെ ഓർമ്മ ദിനത്തിൽ നമ്മൾ ചാരിതാർത്ഥ്യത്തോടുകൂടി ഓർക്കുകയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ജനങ്ങളെ മുഴുവൻ
സാക്ഷരരാക്കുക എന്നൊരു ലക്ഷ്യം, ഒരു നാട്ടിലെ ജനങ്ങളെ മുഴുവൻ സാക്ഷരരാക്കാൻ പറ്റുമോ എന്ന ചോദ്യം നയനാർ ഗവൺമെൻറ് കാലത്താണ് ഉന്നയിക്കപ്പെട്ടത്. വിശദാംശങ്ങളിലേക്ക് കൊണ്ടാണ് ഇന്ന് നമുക്കെല്ലാം അറിയാം. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുന്നത് രണ്ടാം നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതിൻ്റെ കുറേ പ്രവർത്തനങ്ങളിൽ അന്നൊരു രാജ്യസഭാംഗമായിരുന്ന എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു. സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് കോഴിക്കോട് വെച്ച് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയത് മലപ്പുറത്ത് നിന്ന് ഐഷുമ്മ, പേരെനിക്ക് ഓർമ്മ വരുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഓർമ്മയ്ക്കിപ്പോൾ പ്രശ്നമുണ്ട്, വയസ്സായതുകൊണ്ട്. പക്ഷെ പെട്ടെന്ന് ഓർമ്മ വന്നു ഐഷുമ്മ. ഐഷുമ്മയാണ് പ്രഖ്യാപിച്ചത്. ഐഷുമ്മ ഈ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നയനാർ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ അഭിമാനകരമായ നേട്ടമായി, ലോകം ശ്രദ്ധിക്കുന്ന നേട്ടമായി കേരളത്തെ മാറ്റുന്ന പ്രഖ്യാപനം ഐഷുമ്മ നടത്തുമ്പോൾ ആ വേദിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നറിയോ? നമ്മുടെ ബേപ്പൂർ സുൽത്താൻ, വൈക്കം മുഹമ്മദ് ബഷീർ, മൊയ്തു മൗലവി, ലോകമറിയുന്ന ഇന്ത്യൻ സാഹിത്യകാരനായിട്ടുള്ള ഡോക്ടർ മുൽക്ക് രാജ് ആനന്ദ് 1936 സ്പാനിഷ് സിവിൽ വാറിൽ കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമനവാദികളും സ്പെയിനിലെ ഫാസിസ്റ്റായ ഫ്രാങ്കോയുടെ ഫാസിസ്റ്റുകളും തമ്മിലുള്ള പോരാട്ടം, അത് സ്പാനിഷ് സിവിൽ വാർ, സ്പെയിനിലെ ആഭ്യന്തര യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വലിയ എഴുത്തുകാരും കലാകാരന്മാരും അതിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. നെഹ്റു അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്ന് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ആളുകളാണ്. ആ സ്പാനിഷ് സിവിൽ വാറിൽ പങ്കെടുത്ത ഡോക്ടർ മുൽക്ക് രാജ് ആനന്ദ്, ഇന്ത്യയിലെ അതിപ്രശസ്തനായ ഇന്ത്യയിൽ നിന്നും ഇംഗ്ലീഷിൽ എഴുതുന്ന എഴുത്തുകാരൻ ഡോക്ടർ മുൽക്ക് രാജ് ആനന്ദ്, അദ്ദേഹത്തിന് 91 വയസ്സോ മറ്റോ ഉണ്ട്. അദ്ദേഹമുണ്ട്. കടമ്മനിട്ട് രാമകൃഷ്ണനുണ്ട്. മലയാളത്തിലെയും കേരളത്തിന് പുറത്തെയും അതിപ്രശസ്തരായ വ്യക്തികൾ പങ്കെടുത്തുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ നയനാർ ഗവൺമെൻറ്റിൻ്റെ ജനകീയ പദ്ധതിയായ സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിയിലൂടെ സാക്ഷരത നേടിയ 70-ലധികം വയസ്സുള്ള യുവതി എന്ന് പറയാം, ഐഷുമ്മയാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരമായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. ആ മാതൃകാപരമായ ജനപങ്കാളിത്തത്തോടുകൂടി എങ്ങനെ മഹത്തായ നേട്ടങ്ങൾ വൈജ്ഞാനിക രംഗത്ത് കൈവരിക്കാം, അതിനടിത്തറയിട്ട് നയനാരുടെ ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഒരു വിജ്ഞാന കേരളവും വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടനയും അതിലേക്ക് നീങ്ങാനുള്ള പുതുവഴികളാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇ.കെ. നയനാരുടെ നേതൃത്വത്തിലുള്ള രണ്ടാം നയനാർ ഗവൺമെൻറ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച അടിത്തറയിലാണ് കേരളത്തെ വിജ്ഞാന സമൂഹമാക്കി ഉയർത്താനും വിജ്ഞാനാധിഷ്ഠിതമായ സമ്പദ്ഘടനയായി കേരളത്തെ ഉയർത്താനും ഒരു സംസ്ഥാനത്തൊതുങ്ങി നിന്നുകൊണ്ട് കൈവരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വികസന മുന്നേറ്റങ്ങൾ ഈ മുതലാളിത്ത ചൂഷണ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണമെന്ന് പറഞ്ഞാൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരം കൂടിയാണ്. ആ സമരവുമായി മുന്നോട്ട് പോകാൻ, വികസനത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിൻ്റെ അടിത്തറ കൂടുതൽ ബലിഷ്ഠമാക്കുന്നതിൽ 57-ലെ EMS ഗവൺമെൻറ് മുതൽ ദൃഢമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അടിത്തറയാണ്. ഇടയ്ക്ക് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഗവൺമെൻറ് വരുമ്പോൾ അവർ ഈ അടിത്തറ കുറച്ച് തല്ലി പൊളിക്കും. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വരുമ്പോൾ നമ്മൾ ഈ അടിത്തറ വീണ്ടും ബലിഷ്ഠമാക്കിയിട്ട് അതിന്മേൽ വികസനത്തിൻ്റെ പുതിയ പടവുകളും പുതിയ ഘട്ടങ്ങളും നിർമ്മിച്ചുയർത്താൻ നമ്മൾ ശ്രമിക്കും. ഇപ്പോൾ തുടർഭരണം കൈവരിച്ച കേരളം
തുടർഭരണത്തിനൊരു തുടർഭരണം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ 80-82 നയനാർ ഗവൺമെൻറ്റും 87-91 നയനാർ ഗവൺമെൻറ്റും 96-2001 നയനാർ ഗവൺമെൻറ്റുമെല്ലാം പുതിയ കേരളത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഘട്ടം ഘട്ടമായ സംഭാവനകളും നേട്ടങ്ങളും നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. ആ നേട്ടങ്ങളുടെ പാഠങ്ങളിൽ നിന്ന് പ്രവർത്തിച്ചാലാണ് നേട്ടത്തിൻ്റെ പുതിയ ഘട്ടങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഈ കൂട്ടത്തിൽ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് ജനകീയ ആസൂത്രണം. ആസൂത്രണത്തിൻ്റെ ആവിഷ്കാരത്തിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം, അതാണ് ജനകീയ ആസൂത്രണത്തിൻ്റെ ഒരു ഭാഗം. ആസൂത്രണത്തിൻ്റെ ആവിഷ്കാരത്തിലുള്ള ജനപങ്കാളിത്തം മാത്രമല്ല, ജനപ്രതിനിധികളുടെ പങ്കാളിത്തം മാത്രമല്ല, ജനപങ്കാളിത്തം ഗ്രാമസഭകളിലൂടെ, നഗരങ്ങളിലുള്ള വാർഡ് സഭകളിലൂടെ, പദ്ധതി ആസൂത്രണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം, പദ്ധതിയുടെ നിർവഹണത്തിലും ജനങ്ങളുടെ പങ്കാളിത്തം. EMS ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കണം. EMS ഈ ജനകീയ ആസൂത്രണത്തിൻ്റെ ആവിഷ്കാരത്തിൽ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. പക്ഷെ അത് പ്രാവർത്തികമാക്കിയ നയനാർ ഗവൺമെൻറ്റാണ്. അത് ഇന്നത്തെ കേരളത്തിൻ്റെ നിർമ്മിതിയിൽ വലിയൊരു ഘട്ടമാണ് ഈ ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. വേണമെങ്കിൽ വിശദീകരിക്കാവുന്നതാണ്, പക്ഷെ വിശദീകരിക്കാൻ പ്രാപ്തരാണ് നിങ്ങളല്ല. എന്നാൽ കേരളവുമായി ബന്ധപ്പെട്ട് വളർച്ചയുടെയും വികസനത്തിൻ്റെയും കാര്യം പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെയും ഇടതുപക്ഷത്തുള്ളവരെയും ഒക്കെ വലിയ തോതിൽ വിമർശന വിധേയരാക്കാറുണ്ട് പലരും. എന്താ, അവർക്ക് വിമർശിച്ചൂടെ? വിമർശിക്കുന്നത് നമുക്കൊരു പ്രശ്നവുമില്ല. വിമർശനത്തെ സ്വാഗതം ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ വിമർശനങ്ങൾ ആരോഗ്യകരമായ വിമർശനമാണെങ്കിൽ നമ്മളതിൽ നിന്ന് പാഠം പഠിക്കും. അടിസ്ഥാനരഹിതങ്ങളായ വിമർശനങ്ങളാണെങ്കിൽ നമ്മളതിന് മറുപടി പറയും. ഇപ്പം ഈ അടുത്ത കാലത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖനായിട്ടുള്ളൊരു നേതാവ് ഒരു വിമർശനം നടത്തി. ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാലും ദോഷമൊന്നുമില്ല, പക്ഷെ പേരിന് പ്രസക്തിയില്ല. ആ വിമർശനം എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആളിനെ മനസ്സിലാവും. ഒരു പ്രശ്നോത്തരി പോലെ, ഒരു ക്വിസ് പോലെ. പുള്ളി പറഞ്ഞത്, ഈ മാർക്സിസ്റ്റുകാർ നല്ല കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം നല്ല കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്യില്ല. ഒരു 10-30 വർഷം കഴിഞ്ഞ് അവരത് ചെയ്യും. അങ്ങനെയാണ്. എന്നാൽ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ ഈ മാർക്സിസ്റ്റുകൾക്ക് കഴിയില്ല. പിന്നെപ്പോഴെങ്കിലും ചെയ്യുള്ളൂ. ഇതൊരു പൊതുമണ്ഡലത്തിൽ പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്നൊരു ആശയമാണിത്, ഇങ്ങനെ പ്രചരിക്കുന്നത്. ഞാൻ വളരെ ലളിതമായൊരു ചോദ്യം, ഇങ്ങനെ CPIM-നെയും ഇടതുപക്ഷത്തെയും ഇങ്ങനെല്ലാം അധിക്ഷേപിക്കുന്നവരോട് ഞാൻ ലളിതമായിട്ട് ചോദിക്കുകയാണ്. ഇന്ന് ഏറ്റവും ആധുനികമായിട്ട് പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് പേര് പോയി പഠിച്ച് ജോലിയൊക്കെ തേടുന്ന വലിയൊരു മേഖല IT അല്ലേ? ഇൻഫർമേഷൻ ടെക്നോളജി. IT എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ? ചില ചുരുക്കപ്പേര് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാകാത്ത പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പോൾ IT എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത പ്രശ്നമില്ല. കാര്യം എല്ലാവരുടെയും വീട്ടിൽ നിന്ന് IT ഒക്കെ പഠിച്ച് ആരെങ്കിലും ഉണ്ടാവും, ജോലി ചെയ്യുന്നവരുണ്ടാവും. ഇൻഫർമേഷൻ ടെക്നോളജി അല്ലേ? ഈ IT മേഖലയിൽ ആദ്യത്തെ IT പാർക്ക് കേരളത്തിൽ ആരാ തുടങ്ങിയത്? ഇന്ത്യയിൽ തന്നെ IT പാർക്കുകൾ അധികം വ്യാപകമായിട്ടില്ലാത്ത സമയത്ത് കേരളത്തിൽ IT പാർക്ക് തുടങ്ങിയത് 1980 നയനാർ ഗവൺമെൻറ് ആണെന്നുള്ള സത്യം കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് മറച്ചു പിടിക്കാൻ പറ്റുമോ? BJP-ക്കാരെ നിങ്ങൾക്ക് മറച്ചു പിടിക്കാൻ പറ്റുമോ? ഇന്ന് മിസ്റ്റർ വിജയരാഘവൻ എന്ന് പറയുന്ന ടെക്നോക്രാറ്റ് വളരെ സുപരിചിതനാണ്. പല ചർച്ചകളിലൊക്കെ അദ്ദേഹം വരാറുണ്ട്. UDF-ൻ്റെ ഭരണകാലത്ത് അവർ രൂപീകരിച്ച പ്ലാനിംഗ് ബോർഡിലെ ഒരു അംഗമായിരുന്നു ഈ വിജയരാഘവൻ. അങ്ങനെ UDF-കാർക്ക് UDF-ൻ്റെ പ്ലാനിംഗ് ബോർഡിൽ അംഗമായിട്ടെടുക്കാൻ
സാധിക്കുന്ന വിധത്തിൽ അംഗീകാരമുള്ള ഈ ടെക്നോക്രാറ്റ് എങ്ങനെ ഉണ്ടായി, വിജയരാഘവൻ എങ്ങനെ ഉണ്ടായി? എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് കുറച്ച് ചില പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് നിന്നിരുന്ന വിജയരാഘവനെ, വളരെ ചെറുപ്പക്കാരനായ വിജയരാഘവനെ എന്തായാലും പറയുക, സിലിക്കോൺ വാലി, അമേരിക്കയിലെ IT പാർക്കുകളും ഒക്കെ അടങ്ങുന്ന വലിയ പുതിയ സാങ്കേതിക വൈജ്ഞാനിക വിപ്ലവങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം സിലിക്കോൺ വാലി എന്നാണ് അറിയപ്പെടുന്നത്. ആ സിലിക്കോൺ വാലിയിൽ എങ്ങനെയാണ് ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രയോഗക്ഷമമാവുന്നത്, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അവിടെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കപ്പെടുന്നത്, ഇതൊക്കെ പഠിക്കാൻ ഒരു വിദ്യാർത്ഥിയെപ്പോലെ സഖാവ് നയനാർ പോയി. സഖാവ് നയനാരുടെ ഒപ്പം അന്ന് കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയായിരുന്നത് നമുക്ക് പ്രിയപ്പെട്ട എന്ന ഇടയ്ക്ക് ചെറിയ പിണക്കമൊക്കെ ഉണ്ടായ സഖാവ് ഗൗരിയമ്മയാണ് അന്ന് വ്യവസായ മന്ത്രി നയനാർ ഗവൺമെൻറ്. സഖാവ് നയനാരും സഖാവ് ഗൗരിയമ്മയും മറ്റു ചിലരും സിലിക്കോൺ വാലി, അമേരിക്കയിലെ സിലിക്കോൺ വാലിയിൽ പോയി എങ്ങനെ ഈ IT മേഖലയിലും മറ്റും പ്രവർത്തനങ്ങൾ നടക്കുന്നു അത് പഠിക്കാൻ വേണ്ടി പോകുമ്പം ഈ യുവാവായിരുന്ന വിജയരാഘവനെയും കൂടെ കൊണ്ടുപോയിരുന്നു. ഇതെല്ലാം നോക്കിക്കണ്ടിട്ട് സഖാവ് നയനാർ ഈ യുവാവായ എഞ്ചിനീയർ വിജയരാഘവനോട് ചോദിച്ചു, എടോ നമുക്കെന്തെങ്കിലും ഇതുപോലെ തുടങ്ങിക്കൂടെ നാട്ടിൽ? അപ്പോൾ ഇത് വിജയരാഘവൻ എൻ്റെ സുഹൃത്താണ് കേട്ടോ, തിരുവനന്തപുരത്തുണ്ട്. UDFൻ്റെ പ്ലാനിംഗ് ബോർഡിലൊക്കെ പുള്ളി പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സുഹൃത്ത് ബന്ധമൊന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. കാര്യം കൊള്ളാവുന്ന ചിലർ എങ്കിലും UDFൻ്റെ പ്ലാനിംഗ് ബോർഡിൽ പോകുന്നതുകൊണ്ട് നമുക്ക് പരിഭവം തോന്നേണ്ട കാര്യമില്ല. അങ്ങനെ സഖാവ് നയനാരുടെയും ഗൗരിയമ്മയുടെയും CPIM-ൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും തീരുമാനപ്രകാരം ആദ്യത്തെ IT പാർക്ക് തിരുവനന്തപുരത്ത് കാര്യവട്ടത്തെ യൂണിവേഴ്സിറ്റിയുടെ ഭൂമിയിൽ അതെടുത്തിട്ട് ആരംഭിച്ചു. ബാക്കി ചരിത്രമാണ്. ഇതിപ്പോൾ കഴക്കൂട്ടത്ത് എന്ന് കഴിഞ്ഞാൽ അല്ലേ, തിരുവനന്തപുരത്തേക്ക് ബസ്സിൽ പോകുമ്പം അല്ലെ ട്രെയിനിൽ പോകുമ്പം എല്ലാം കഴക്കൂട്ടത്ത് മുഴുവൻ വേറൊരു ലോകമാണ്. കഴക്കൂട്ടത്ത്, എറണാകുളത്ത് ജില്ലകളിൽ IT പാർക്കുകൾ വന്നു. കണ്ണൂര് എവിടെ? കണ്ണൂര് ലാൻഡ് അക്വിസിഷൻ നടക്കുകയാണ്. എനിക്ക് പല കാര്യങ്ങളും അറിഞ്ഞുകൂടാ, ഗുരവില്ലാത്ത കാര്യം ചോദിക്കണ്ടല്ലേ. ഇവിടെ നടക്കുകയാണ് വിമാനത്താവളത്തിനടുത്ത്. അപ്പോൾ അടുത്ത പോയിന്റാണ്, എങ്ങനെയാണ് കണ്ണൂർ വിമാനത്താവളം ഉണ്ടായത്? ഇന്നലെ രാത്രി ഞാൻ ഡൽഹിയിൽ നിന്ന് നേരെ കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയാണ് വരുന്നത്. മുമ്പാണെങ്കിൽ ഒന്നീ മംഗലാപുരത്ത് ഇറങ്ങണം, അല്ലെങ്കിൽ കോഴിക്കോട് ഇറങ്ങണം, അല്ലേ? കണ്ണൂർ വിമാനത്താവളം സഖാവ് നയനാരുടെ സ്വപ്ന പദ്ധതിയാണ്. ഈ ജില്ലയിലെ പാർട്ടി, കേരളത്തിലെ പാർട്ടി, LDF എല്ലാം ഒരുമിച്ച് നിന്നിട്ടാണ്. അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതുപോലെ വിഴിഞ്ഞം പദ്ധതിയും സഖാവ് നയനാർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും നേതൃത്വം വികസിപ്പിച്ചെടുത്ത കാഴ്ചപ്പാടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്ന സഖാവ് MV രാഘവൻ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ട്. അതെല്ലാം നമ്മൾ കാണുന്നു. പക്ഷെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വപരമായ പങ്ക് വഹിച്ചത് സഖാവ് നയനാരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇത്തരത്തിൽ നമ്മുടെ നാടിൻ്റെ വികസനത്തെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണമെന്നുള്ളത് സഖാവ് നയനാരുടെയും EMS-ൻ്റെയും P കൃഷ്ണപിള്ളയുടെയും AKGയുടെയും CH-ൻ്റെയും ഗൗരിയമ്മയുടെയും ഒക്കെ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേക സമീപനമാണത്. അത് സഖാവ് നയനാരെ അനുസ്മരിക്കാൻ വേണ്ടി കൂടിയ യോഗത്തിൽ ഞാൻ വെറുതെ അവകാശപ്പെടുന്നതാണോ? ഐക്യ കേരളമുണ്ടായി 1956-ൽ. 57-ലാണ് കേരളമെന്ന രൂപത്തിൽ
ഉള്ള രാഷ്ട്രീയ ഈ ഘടനയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ EMS ഗവൺമെൻറ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് 1956 തൃശ്ശൂരിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സമ്മേളനത്തിൽ കേരളത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഹ്രസ്വകാലത്തെ ദീർഘകാലത്തെ വളർച്ച സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട് ചർച്ച ചെയ്ത് ഒരു രേഖയായി അംഗീകരിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ വ്യാവസായിക മേഖലയിലെ വളർച്ച, കാർഷിക മേഖലയിലെ വളർച്ച, വിദ്യാഭ്യാസ മേഖലയിലെ വളർച്ച, സേവന മേഖലയിലെ വളർച്ച, സാംസ്കാരിക രംഗത്തെ വളർച്ച, കേരളത്തിൻ്റെ ധാതു നിക്ഷേപങ്ങൾ എങ്ങനെ സംസ്കരിച്ച് ധാതുമണലും മറ്റുമായി ബന്ധപ്പെട്ട ഭാവി വികസന പദ്ധതി എങ്ങനെ വേണം, കേരളത്തിൻ്റെ തുറമുഖ വികസനവും യാത്രാ സൗകര്യങ്ങളുടെ കാര്യവും അടക്കം ഈ തൃശ്ശൂരിൽ ചേർന്ന പ്രത്യേക സമ്മേളനം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ രേഖ ലഭ്യമാണ്. കേരള വികസനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുമ്പോൾ ഈ രേഖ ഞങ്ങൾ പുനഃപ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മറ്റൊരു പാർട്ടി പോലെ അല്ല, നാട്ടുകാർക്കറിയാമത്. ഐക്യ കേരളമുണ്ടായി. ഐക്യ കേരളം ആര് ഭരിക്കണം എന്ന വിഷയം ജനങ്ങൾ തീരുമാനിക്കുന്നതിനൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയാലും ഇല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാഴ്ചപ്പാട് വേണം. ഭാവി കേരളം എങ്ങനെയായിരിക്കണം, അതിനുവേണ്ടി കൂടുകയാണ് തൃശ്ശൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ. വിദഗ്ധന്മാരുമായി ചർച്ച നടത്തുന്നു. 1956 അങ്ങനെ ചർച്ച ചെയ്തുണ്ടാക്കിയ രേഖ ഇന്ന് കേരള ചരിത്രത്തിൻ്റെ ഒരു പൊതു സ്വത്താണ്. അതിനുശേഷം AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ എത്രയെത്ര അന്താരാഷ്ട്ര സെമിനാറുകൾ നടത്തിയിട്ടുണ്ട്. ആ അന്താരാഷ്ട്ര സെമിനാർ പരമ്പരകളുടെ ഭാഗമായി കണ്ണൂരിൽ വെച്ചും കുറേ നാൾ മുമ്പൊരു സെമിനാർ നടന്നില്ലേ? കണ്ണൂരിൽ വെച്ച് ജനകീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജില്ലകളിലേക്ക് പോയി ചർച്ച നടത്തുകയാണ്. ജില്ലകളിലുള്ള വിദഗ്ധന്മാർ, കേരളത്തിന് പുറത്തുള്ള വിദഗ്ധന്മാർ, ഇന്ത്യക്ക് പുറത്തുള്ള വിദഗ്ധർ, ഇവരെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യുകയാണ്. AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഒന്നാമത്തെ അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് നടന്നപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിലും കേരളത്തിന് പുറത്ത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമെല്ലാമുള്ള വ്യത്യസ്ത കാര്യങ്ങളിൽ വിഷയങ്ങളിൽ വിദഗ്ധരായ ആളുകളുടെ ലിസ്റ്റുണ്ടാക്കി സഖാവ് EMS നേരിട്ട് കത്തെഴുതിയിട്ടാണ് അവരെല്ലാം വിളിച്ചു ചേർത്തത്. അങ്ങനെ നാടിൻ്റെ വികസനത്തെക്കുറിച്ച് സമഗ്രമായ ശാസ്ത്രീയമായ വീക്ഷണമുള്ള ഒരു പാർട്ടിയുടെ നേതാവെന്നുള്ള നിലയിലാണ് സഖാവ് VK നയനാർ 3 ഘട്ടങ്ങളിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം വഹിച്ചപ്പോൾ പുതിയ ഒരു കേരളത്തിൻ്റെ നിർമ്മിതിക്ക് നിർണായകമായ ഇടപെടലുകൾ ഘട്ടം ഘട്ടമായി നടത്താൻ സഖാവ് നയനാർക്ക് കഴിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പോർട്ട്, വിഴിഞ്ഞം പോർട്ട് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായി. അതിൻ്റെ അവകാശവാദങ്ങളുടെ തർക്കങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. കണ്ണൂർ എയർപോർട്ടിൻ്റെ നേട്ടം അവകാശപ്പെടാൻ പലരും വരുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ VK നയനാർ പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ നാടിൻ്റെ കാർഷിക വളർച്ച, വ്യാവസായിക വളർച്ച, അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ മേഖലയിലെ വളർച്ച, ക്ഷേമ ആശ്വാസ നടപടികൾ ജനങ്ങൾക്ക് ഉറപ്പാക്കാൻ നടത്തേണ്ട ഇടപെടലുകൾ, നിത്യോപയോഗ സാധനങ്ങൾ താങ്ങാവുന്ന വിലയ്ക്ക് പാവപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള മാവേലി സ്റ്റോറുകൾ തുടങ്ങിയത് സഖാവ് നയനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. അത് പ്രാവർത്തികമാക്കുന്നതിൽ സഖാവ് E ചന്ദ്രശേഖരൻ നായരെ പോലെയുള്ള മന്ത്രിയുടെ ഉത്സാഹവും കാര്യക്ഷമതയും ഒരു ഘടകമാണ്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ്.
അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് സഖാവ് നായനാർ നൽകിയിട്ടുള്ള സംഭാവനകൾ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. ഈ നേട്ടങ്ങളുടെ അടിത്തറയിൽ നിന്നാണ് 96-ലെ VS ഗവൺമെൻറ് ആണെങ്കിലും അതിനുശേഷം വന്ന 2 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ, സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 2 ഗവൺമെൻറ്റുകളും കൂടുതൽ അഭിമാനകരങ്ങളായ തലങ്ങളിലേക്ക് നമ്മുടെ നാടിൻ്റെ വളർച്ചയെ ഉയർത്തിക്കൊണ്ടുപോകാൻ ഓരോ മേഖലയിലും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തി. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന അവകാശം ജനങ്ങളുടെ മൗലികാവകാശമാണെന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിൽ മാത്രമാണ്. ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയുന്ന ആരെങ്കിലും പറഞ്ഞു തന്നാൽ ഞാൻ മനസ്സിലാക്കാം. പക്ഷെ കേരളത്തിലെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഏറ്റവും പുതിയ, ഏറ്റവും നവീനമായ ഒരു മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനുള്ള ശേഷിയാണ് ഇൻ്റർനെറ്റിൻ്റെ ലഭ്യതയിലൂടെ. നമുക്ക് സന്ദേശങ്ങൾ അയക്കാം, നമുക്ക് ലേഖനങ്ങൾ അയക്കാം. പുസ്തകം KK രാജേഷ് ഞാനും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല കുറേ കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ചില റിപ്പോർട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് ഉടനെ എനിക്ക് തരികയാണ്. പുള്ളിക്കാരൻ്റെ കയ്യിരിക്കുന്നതിനകത്തൊരു ഞെക്ക് നിൽക്കുമ്പോൾ പുള്ളിയുടെ ഫോണിലുള്ള കാര്യങ്ങൾ മുഴുവൻ എൻ്റെ ഫോണിലേക്ക് വരികയാണ്. അപ്പം ഈ ജീവിതത്തിൽ ഹാവ്സും ഹാവ് നോട്ടും, ഉള്ളവരും ഇല്ലാത്തവരുമുണ്ട് അല്ലേ? വളരെ പ്രശസ്തമായൊരു വാക്കാണ്. പല സൗകര്യങ്ങളും ഉള്ളവരും പല സൗകര്യങ്ങളും ഇല്ലാത്തവരുമുണ്ട്. കേരളത്തിലും ആ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന് ഒരു ഭാഗം നമ്മൾ പരിഹരിക്കുകയാണ്. തീവ്രമായ ദാരിദ്ര്യം കേരളത്തിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റി ഈ നവംബർ മാസമാകുമ്പോൾ, 2025 നവംബർ മാസമാകുമ്പോൾ കടുത്ത ദാരിദ്ര്യമുള്ളവർ, അങ്ങനെ ഉണ്ടായിരുന്ന 60,000-ൽ ചില്ലുവാനും ആളുകൾ ഉണ്ടായിരുന്നു, അവരെ ആ കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച് ജീവിത യോഗ്യമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള പ്രവർത്തനം പിണറായി വിജയൻ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. സഖാവ് നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ ചെയ്ത നേട്ടങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയിൽ സാങ്കേതിക വിദ്യയുടെ കാര്യം പറയുമ്പോൾ ഈ പ്രശ്നമുണ്ട്. ഹാവ്സും ഹാവ് നോട്ട്സും ഉണ്ട്. സാങ്കേതിക വിദ്യ, അതിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ ലഭ്യമായവരും ലഭ്യമാകാത്തവരും. ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമായാലും ആ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കാനുള്ള ഫോണോ സ്മാർട്ട് ഫോണോ പിന്നെ കമ്പ്യൂട്ടറോ ഉള്ളവരും ഇല്ലാത്തവരും. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള ഇല്ലായ്മയുണ്ട്. ഒന്നെന്താ? സാങ്കേതിക വിദ്യയുടെ ബന്ധപ്പെടൽ, കണക്ടിവിറ്റി അല്ലേ? കണക്ടിവിറ്റിക്ക് എന്താ ബന്ധം എന്ന് പറഞ്ഞാൽ മതി ഇല്ലേ ജയരാജ്? ബന്ധം. ഇപ്പം കണക്ടിവിറ്റി തന്നെ ഇല്ലാത്തവർ. അപ്പോൾ എന്താണ് പിണറായി വിജയൻ ഗവൺമെൻറ് അതിനുള്ള പരിഹാരം? കേരളത്തിലെ 20 ലക്ഷം ഏറ്റവും ദരിദ്രരായ 20 ലക്ഷം കുടുംബങ്ങൾക്ക് K-ഫോൺ വഴി ഈ കണക്ടിവിറ്റി, ഈ ഇൻ്റർനെറ്റ് ബന്ധം സൗജന്യമായി കൊടുക്കുകയാണ്. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഇത്? ഇല്ല. അപ്പോൾ വളരെ യുക്തിസഹമായ ചോദ്യമുണ്ട്. ഈ കണക്ടിവിറ്റി ഉണ്ട്, ബന്ധമുണ്ട്, ആ ബന്ധം ഉപയോഗിക്കാനുള്ള മറ്റേ കുന്ത്രാണ്ടം വേണ്ടേ? കുന്ത്രാണ്ടം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോണോ ഐപാഡോ കമ്പ്യൂട്ടറോ. അതിനെന്താ? അതിനും പിണറായി വിജയൻ ഗവൺമെൻറ് പരിഹാരമുണ്ട്. കുടുംബശ്രീ വഴി ഈ സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ഐപാഡോ ഈ ദരിദ്ര കുടുംബങ്ങൾക്ക് ലഭ്യമാക്കുകയാണ്. കുടുംബശ്രീയുടെ പ്രവർത്തനത്തിലൂടെ ഘട്ടം ഘട്ടമായി ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കി ഇത് തിരിച്ചടച്ചാൽ മതി. പലിശയോ അത് ഗവൺമെൻറ് വഹിക്കും. ശരിയാണോ ഞാനീ പറഞ്ഞത്? രാകേഷിന് ഈ കാര്യങ്ങളെല്ലാം അറിയാം. കാര്യം ഇതിൻ്റെയൊക്കെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു ഇത്രയും ദിവസം. ഇത് പഠിച്ചിട്ട് വേണം ഞാനൊക്കെ പറയാൻ. ഈ പറഞ്ഞ പദ്ധതി കേരളത്തിലെ ദരിദ്രരായ 20 ലക്ഷം കുടുംബങ്ങൾക്ക് ഈ ഇൻ്റർനെറ്റ് ബന്ധം സൗജന്യമായി ലഭ്യമാക്കുന്നു. ആ സൗജന്യമായി ലഭ്യമാക്കിയ ഇൻ്റർനെറ്റ് ബന്ധം ഉപയോഗിക്കാനുള്ള ഉപകരണം അത് കുടുംബശ്രീ വഴി ഇവർക്ക് സൗജന്യമായി ലഭ്യമാക്കാനും അത് കുടുംബശ്രീ വഴി തന്നെ ഘട്ടം ഘട്ടമായി
അതിൻ്റെ തുച്ഛമായിട്ടുള്ള തുക അത് തിരിച്ചടയ്ക്കാനുമുള്ള ഒരു പദ്ധതി, സൂക്ഷ്മമായി ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്ത പദ്ധതി, അത് രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻറ് നടപ്പാക്കുമ്പോൾ ഇതൊക്കെ നടപ്പാക്കാൻ പറ്റുന്ന ഒരു കേരളമായി കേരളത്തെ മാറ്റിയത് 1980-82-ലെയും 1987-91-ലെയും 1996-2001-ലെയും 3 നയനാർ ഗവൺമെൻറ്റുകൾ ഓരോ മേഖലയിലും കൈവരിച്ച നേട്ടങ്ങൾ, ഓരോ മേഖലയിലും സാധ്യതപ്രായമാക്കിയ വികസനം, അതിൻ്റെ മുകളിൽ നിന്ന് പ്രവർത്തിക്കാൻ ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിയുന്നു എന്നുകൊണ്ടാണ് നമുക്ക് ഒരു പുതിയ കേരളത്തിൻ്റെ വഴികൾ അത് നേടിയെടുക്കാൻ കഴിയുമെന്ന് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അന്വേഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ പോകണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും പറയേണ്ട ഒരു കാര്യം, 2 കാര്യമുണ്ട്. എനിക്ക് 2 കാര്യം പറയാമെന്ന് തോന്നുന്നു ചുരുക്കത്തിൽ. ഒന്ന്, ഏപ്രിൽ 22-ന് പുൽവാമയിൽ ഉണ്ടായ അത്യന്തം ദാരുണവും അത്യന്തം സ്തോഭജനകവുമായ ഒരു കൂട്ടം തീവ്രവാദികളുടെ ഭീകര പ്രവർത്തനവും നിഷ്കളങ്കരായ 26 പേരെ കൊന്നൊടുക്കിയ ക്രൂരകൃത്യവും ഭീകര പ്രവൃത്തിയുമാണ്. അതിനെ തുടർന്നുള്ള സംഭവവികാസങ്ങൾ. ഇതിൽ ആ ഭീകരവാദികളുടെ പ്രവർത്തനത്തെ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എതിർത്തു, അപലപിച്ചു. ഭീകരവാദം അമർച്ച ചെയ്യാൻ വേണ്ടി ഉചിതമായ നടപടിയെടുക്കാം. ഇന്നിപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ ആശ്രയിക്കുക മാർഗമുള്ളൂ. ആ ഗവൺമെൻറ് ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ വേണ്ട നടപടിയെടുക്കാം. എന്നാൽ ആ ഭീകരവാദ പ്രവർത്തനത്തെ നമ്മുടെ രാജ്യത്തിനുള്ളിൽ ആർക്കെങ്കിലും എതിരായിട്ട് സ്പർദ്ധ വളർത്താൻ, ഏതെങ്കിലും ജനവിഭാഗങ്ങൾക്കെതിരായി വർഗീയ പ്രചരണം നടത്താൻ ദുരുപയോഗപ്പെട്ടുകൂടാ, ദുരുപയോഗിക്കാൻ ആരെയും അനുവദിച്ചുകൂടാ. ഈ കാര്യങ്ങളാണ് CPIM ആ സംഭവത്തെ തുടർന്ന് പറഞ്ഞത്. അതിനുശേഷം സർവകക്ഷി യോഗം നടന്നപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഈ ആക്രമണം നടത്തിയവർ അവർ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മുടെ സുരക്ഷാ സേനയ്ക്ക് 2 ഘട്ടത്തിൽ പോരായ്മയുണ്ടായി. ഒന്ന്, ഭീകരവാദം കടന്നു വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് ജമ്മു കാശ്മീർ. ഇപ്പം ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ഭരണമുണ്ടെങ്കിലും അത് കേന്ദ്രഭരണ പ്രദേശമാണ്. ജമ്മു കാശ്മീരിലെ പോലീസിനടക്കം നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് സൈന്യം, അതിർത്തി രക്ഷാ സേന, BSF. അപ്പം നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും കൂടെയാണ് ഫലത്തിൽ ജമ്മു കാശ്മീരിൻ്റെ ഭരണം നടത്തുന്നത്. എന്തുകൊണ്ട് സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല? സുരക്ഷാ വീഴ്ച ഗൗരവമായി ചർച്ച ചെയ്യേണ്ടി വരും. ഈ ഘട്ടത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാര്യം അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. വെടിനിർത്തലാണ് തൽക്കാലം ഉള്ളത്. ആ ഒരു ഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയമായി പറയുന്ന ഇത് ഔചിത്യപൂർവമായിരിക്കില്ല. രണ്ടാമത്തെ വിഷയം, ഇവർ വെടിയേറ്റ് 26 പേരെ ഒന്നൊന്നായി അവരെ ചോദ്യം ചെയ്ത് അവരുടെ മതം എന്താണെന്ന് സ്ഥിരീകരിച്ചിട്ട് കൊല്ലുകയാണ്. സാധാരണ ഇതിൽ ഭീകരാക്രമണം വന്ന് കുറച്ചുപേരെ കൊലപ്പെടുത്തിയിട്ട് രക്ഷപ്പെടുകയാണ്. ഇത് ആളുകളെ വിളിച്ചുകൂട്ടി നിർത്തി ചോദിച്ച് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഏത് മതത്തിൽപ്പെട്ടവരാണെന്നെല്ലാം ചോദിച്ച് വർഗീയ വിഭജനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഭീകരവാദികൾ സമയമെടുത്ത് ഈ കൊലപാതകം മുഴുവൻ പൂർത്തീകരിക്കുന്നത്. എന്നിട്ട് അവർ രക്ഷപ്പെടുന്നു. അവരൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം രണ്ടാമത്തെ സുരക്ഷാ വീഴ്ചയാണ്. അവിടുത്തെ വിനോദസഞ്ചാരികളെ സംരക്ഷിക്കാൻ വേണ്ട സുരക്ഷ ഒരുക്കുവാൻ നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും പരാജയപ്പെട്ടു. ഈ ഭീകരകൃത്യം, 26 പേരെ വെടിവെച്ച് കൊല്ലുന്ന ഭീകരത, അത് പൂർത്തീകരിച്ചിട്ട് അവർ സുഖമായിട്ട് രക്ഷപ്പെടുകയാണ്. അതിർത്തി 100 കിലോമീറ്ററോ മറ്റോ വരും. ഈ വെടിവെയ്പ്പ് നടന്നു കഴിഞ്ഞിട്ട് 7 കിലോമീറ്ററാണ് പുൽവാമ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പട്ടണത്തിൽ നിന്നും ഇവർ വിനോദസഞ്ചാരാർത്ഥം യാത്ര ചെയ്യുന്ന
ബട്സാരത്ത് എന്ന് പറയുന്ന സ്ഥലം 7 കിലോമീറ്ററാണ്, ഘട്ട് ഏരിയയാണ്. പക്ഷെ ആ 7 കിലോമീറ്റർ 1 മണിക്കൂറിലധികം സമയമെടുത്തിട്ടാണ് ഈ 7 കിലോമീറ്റർ സുരക്ഷാ സേന സഞ്ചരിക്കാനെടുത്തത്. അപ്പോൾ ഏത് തരത്തിലൊരു ഭരണമാണ് നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും കൂടെ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? രാജ്നാഥ് സിംഗും അമിത്ഷായും എല്ലാം ഭരണം നേരിട്ട് കേന്ദ്രം ഏറ്റെടുത്തു ജമ്മു കാശ്മീർ. അതിനുശേഷം അവകാശപ്പെട്ടത് എന്താണ്? എല്ലാതരം ഭീകരതയും ഞങ്ങൾ അമർച്ച ചെയ്ത് കഴിഞ്ഞു, പൂർണ്ണ സുരക്ഷിതത്വം ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നടത്തിയ ഇടപെടൽ പൂർണ്ണ വിജയത്തിലെത്തിയിരിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നേക്കുമെന്ന് കരുതി വിനോദസഞ്ചാരികൾ പോകുന്ന സ്ഥലത്ത് അത്യാവശ്യം സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തണ്ടേ? സവിശേഷമായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തണ്ടേ? അതിലുള്ള പരാജയം മാത്രമാണോ ഈ ഭീകരർ ആക്രമണം നടത്തിയതിന് ശേഷം അവർക്ക് ഇന്ത്യ വിട്ടുപോകാൻ, പാക് അധിനിവേശ കാശ്മീരിലേക്കോ പാകിസ്ഥാനിലേക്കോ അതിന് രക്ഷപ്പെട്ടു പോകാനും കഴിഞ്ഞത് ഇന്ത്യൻ സുരക്ഷാ സംവിധാനത്തിൻ്റെ ദയനീയമായ തകർച്ചയുടെ ഫലമായിട്ടാണ്? ഇതെല്ലാം നമ്മൾ കൂടുതൽ പറയാൻ പോകുന്നില്ല. അതിന് നമുക്ക് ചർച്ച ചെയ്യാൻ ഇനിയും സമയമുണ്ടാവും. CPIM പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടു പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണം. ഈ അസാധാരണമായ സാഹചര്യത്തെക്കുറിച്ച് രാജ്യത്തിനുള്ളിൽ ഒരു സമവായം ഉണ്ടാക്കാൻ വേണ്ടി വസ്തുതകൾ ജനപ്രതിനിധികളോട് പറയണം. സുരക്ഷാപരമായ കാരണങ്ങളാൽ പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പറയണമെന്നില്ല. പക്ഷെ പ്രത്യേക സമ്മേളനം ആവശ്യമാണ്. അപ്പോൾ പ്രത്യേക സമ്മേളനം നടത്തുന്നതിന് പകരം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ വിദേശത്തേക്ക് അയക്കുകയാണ്. ഇതുപോലൊരു സാഹചര്യത്തിൽ വിദേശത്തേക്ക് വിവിധ പാർട്ടികളുടെ പ്രതിനിധികളെ അയക്കുമ്പോൾ CPMൻ്റെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലെ നേതാവാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പോകാമോ? പോകുന്നതിന് എതിർപ്പില്ല എന്ന നിലപാട് പാർട്ടി എടുത്തു. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റെ മുൻഗണനയിലാണോ ചെയ്യുന്നത്? അല്ല. 2 സർവകക്ഷി യോഗം നടന്നപ്പോഴും ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിലുണ്ട്, പക്ഷെ നരേന്ദ്രമോദി പങ്കെടുത്തിട്ടില്ല. ഒരു സർവകക്ഷി യോഗം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാത്ത നരേന്ദ്രമോദി ബീഹാറിൽ പോയി പ്രസംഗിക്കുകയാണ്. കാര്യം നവംബറിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമോ അത് ചർച്ച ചെയ്യാൻ കൂടുന്ന സർവകക്ഷി യോഗമോ അല്ല. ബീഹാറിൽ പോയിട്ട് രാഷ്ട്രീയ പ്രസംഗം നടത്തുകയാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ ഈ സംഭവവികാസമൊക്കെ ഉണ്ടായതിനു ശേഷം, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന നടപടി ഉണ്ടായതിനു ശേഷം മുഖ്യമന്ത്രിമാരോടൊരു സംഭാഷണം അദ്ദേഹം നടത്തി. ആരോടാ? ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരോടല്ല, ഇല്ല, BJPക്കാരായ മുഖ്യമന്ത്രിമാരോട്, BJPയോടൊപ്പം മുന്നണിയായി നിൽക്കുന്ന NDAയിൽപ്പെട്ട മുഖ്യമന്ത്രിമാരോട്. എന്താ BJP മുഖ്യമന്ത്രിമാരുടെ സംസ്ഥാനവും BJPയുമായി മുന്നണിയുള്ള NDAയുടെ ആളുകൾ മുഖ്യമന്ത്രിമാരായിട്ടിരിക്കുന്ന സംസ്ഥാനവും മാത്രമേ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളൂ? ബാക്കി സംസ്ഥാനങ്ങളൊക്കെ ഇന്ത്യക്ക് പുറത്താണോ മിസ്റ്റർ നരേന്ദ്രമോദി? വളരെ വിവേചനപരമായ സമീപനം, രാഷ്ട്രീയമായി ജനാധിപത്യ തത്വങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സമീപനം ഉണ്ടാവുന്നില്ല ശ്രീ നരേന്ദ്രമോദിയിൽ നിന്നും. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ മറ്റു രാജ്യങ്ങളിൽ പോയി ഈ ഭീകരവാദത്തിനെതിരായി ഇന്ത്യ ഉറച്ച നിലപാടാണ് എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറയാനുള്ള വിവിധ പാർട്ടികളുടെ പ്രതിനിധികളടങ്ങുന്ന വിദഗ്ധന്മാരടങ്ങുന്ന പ്രതിനിധി സംഘങ്ങളുമായിട്ട് സഹകരിക്കാൻ CPIM തടസ്സമില്ല എന്ന് അവരെ അറിയിക്കുന്ന സമീപനമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ ആളുകളെ തീരുമാനിക്കുന്ന കാര്യത്തിലുമെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഗൗരവക്കുറവുണ്ട്. ഓരോ പാർട്ടിക്കും ഇത്ര പ്രതിനിധികളെയാണ് അയക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് ഒന്നുകിൽ നിങ്ങൾ ആ ആളുകളെ ആര് വേണം നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് പോകേണ്ടത് നിങ്ങൾക്ക് പറയാം, അതല്ലെങ്കിൽ പറയാം ഞങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധികളായിട്ട് ഇന്ന ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്, അവർ തന്നെ മതിയോ അതോ അവർക്ക് പകരം വേറെ ആരെങ്കിലും വേണോ എന്ന് ചോദിക്കാം. അതൊന്നുമല്ല, ഞങ്ങൾ തീരുമാനിക്കും എന്ന മട്ടിൽ ഈ വിഷയം അവർ കൈകാര്യം ചെയ്യുന്ന സമീപനവും കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ
പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള, കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭീകരവാദത്തിനെതിരായിട്ടുള്ള നടപടി എന്ന് പറയുന്നത് പല തലങ്ങളിൽ ഇടപെട്ട് മാത്രം വിജയപ്രദമാക്കാൻ കഴിയുന്നതാണ്. സായുധ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ കഴിയില്ല. പല തലങ്ങളിൽ വിദേശത്ത് നിന്ന് ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് അയച്ച് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ അതിർത്തി സുരക്ഷിതമായി കാസൂക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണം. പിന്നെ ഭീകരവാദികൾ അതിർത്തി കടന്നു വരുമ്പോൾ അവർക്കെതിരായിട്ട് ഒറ്റക്കെട്ടായി നിൽക്കാൻ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ അണിനിരത്താൻ കഴിയണം. ജമ്മു കാശ്മീരിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയണം. അവരുടെ ജനാധിപത്യ അവകാശങ്ങൾക്കെതിരെ നടത്തിയ കയ്യേറ്റങ്ങൾ അത് തിരുത്തിക്കൊണ്ട് ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ജമ്മു കാശ്മീരിലെയും ലേയിലെയും ജനങ്ങൾക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയണം. ഈ ഭീകരാക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രതീക്ഷ പകരുന്ന ചില സന്ദേശങ്ങൾ ജമ്മു കാശ്മീരിൽ തന്നെ ഉണ്ടായി. അതൊന്ന്, കാശ്മീരിയായിട്ടുള്ള ഒരു യുവാവ് അവിടെ വരുന്ന വിനോദസഞ്ചാരികളെ, ഈ ചെറിയ കുതിരകളുണ്ട്, പോണി എന്ന് പറയും, ആ കുതിരകളുടെ പുറത്തിരുത്തിയിട്ടൊക്കെയാണ് ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുന്നത്. ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന നിഷാദ് എന്ന് പറയുന്ന യുവാവ് ഈ ഭീകരവാദികൾ മനുഷ്യരെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ തോക്ക് പിടിച്ചു വാങ്ങാനും ഭീകരവാദികൾ വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊല്ലുന്നത് തടയാനും ശ്രമിച്ചു. അതിനിടയ്ക്ക് അയാളെയും ഭീകരവാദികൾ വെടിവെച്ചു കൊന്നു. അപ്പോൾ ഭീകരവാദത്തിനെതിരായി പ്രവർത്തിക്കാൻ കാശ്മീരിലെ ജനങ്ങൾ, ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ, അവർ തയ്യാറാവുന്ന ഉദാഹരണം നമ്മുടെ എറണാകുളത്തെ ശ്രീ രാമചന്ദ്രൻ ദാരുണമായി അവിടെ വെച്ച് വധിക്കപ്പെട്ട വ്യക്തിയാണ്. ശ്രീ രാമചന്ദ്രൻ്റെ മകൾ ആരതിയുടെ കൺമുമ്പിൽ വെച്ചാണ് ആരതിയുടെ അച്ഛൻ രാമചന്ദ്രനെ വെടിവെച്ചു വന്ന് ഭീകരവാദികൾ. ദുഃഖത്തോടുകൂടി ആ കാര്യം പറഞ്ഞ് ആരതി, എൻ്റെ കൺമുമ്പിൽ വെച്ച് എൻ്റെ അച്ഛനെ അവർ വെടിവെച്ചു കൊന്നു, എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ അവിടെ എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് 2 കൂടപ്പിറപ്പുകളെ അവിടെ നിന്ന് കിട്ടി. മുസാഫിർ എന്നും സമീർ എന്നും പേരുള്ള 2 കാശ്മീരികളായ ചെറുപ്പക്കാർ. കാര്യം ഈ വെടിവെച്ച് കൊലയപ്പെട്ട അച്ഛൻ്റെ ശരീരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ, ഇവർക്ക് സുരക്ഷിതത്വം നൽകാൻ, ഇവരെ സഹായിക്കാൻ ഈ 2 കാശ്മീരികളാണ് ഉണ്ടായത്. അവരെയാണ് ആരതി പറഞ്ഞത്, എനിക്ക് 2 കൂടപ്പിറപ്പുകളെ കിട്ടി, എന്നെ അവരുടെ കുഞ്ഞനുജത്തിയെ പോലെയാണ് അവർ വാത്സല്യത്തോടുകൂടി രക്ഷിച്ചത്. അപ്പോൾ ഇതൊരു സന്ദേശമാണ്. ജനങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാണ്. ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയണമെങ്കിൽ വർഗീയ പ്രചാരവേല നടത്തുന്ന സമീപനത്തിൽ നിന്നും ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ വർഗീയമായ ഇടപെടൽ നടത്തുന്ന സംഘപരിവാർ പിന്തിരിയണം. മധ്യപ്രദേശിലെ BJP-കാരനായ മന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. മധ്യപ്രദേശിലെ ഹൈക്കോടതി പറഞ്ഞു, ഈ BJP-കാരനായിട്ടുള്ള മന്ത്രി പറഞ്ഞ അസംബന്ധം, അതിനെതിരായി പോലീസ് കേസ് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ സംബന്ധമാണ് പറഞ്ഞത്? സോഫിയ ഖുറേഷി പത്രമാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചു. എന്തായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി നടന്നത് തുടങ്ങിയ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്ന ഒരു സൈനിക എന്ന നിലയിൽ ഇന്നിപ്പോൾ ഇന്ത്യയിൽ പ്രശസ്തി നേടി സോഫിയ ഖുറേഷി. BJP മന്ത്രി, മധ്യപ്രദേശിലെ മന്ത്രി പറഞ്ഞതെന്താ? ഞങ്ങളുടെ ഗവൺമെൻറ് ഭീകരവാദികളുടെ ഒരു സഹോദരിയെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി അയച്ചു. സോഫിയ ഖുറേഷിയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിശേഷിപ്പിക്കുകയാണ് BJP-യുടെ ഒരു മധ്യപ്രദേശിലെ മന്ത്രി. ഈ നാട്ടിലുള്ള BJP-കാർക്ക് ഇതിനെക്കുറിച്ച് വലുതും പറയാനുണ്ടോ? അപ്പോൾ പഹൽഗാമിൽ നടന്ന സംഭവവികാസം, അതിനെ തുടർന്നിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്.
പാർലമെന്റ് വിളിച്ചുകൂട്ടി ജനപ്രതിനിധികളോട് സംസാരിക്കാൻ വിസമ്മതിക്കുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെയും രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചു. പക്ഷെ ആ സംസാരം ജനങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യത്തിനും തൃപ്തികരമായ മറുപടി പറയുന്നതിന് പര്യാപ്തമായ പ്രസംഗമായിരുന്നില്ല എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വളരെ സങ്കീർണമായ ഈ സാഹചര്യത്തെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയണം. അതിന് സഖാവ് നായനാരുടെ മാതൃകയും നമുക്ക് കരുത്തു പകരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഖാവ് നായനാരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. അഭിവാദ്യങ്ങൾ.